ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ചയെങ്കിലും ചെയ്യണ്ടേ? അല്ലേ? വെറുതെ ഇരുന്നാൽ എങ്ങനെയാണ്? ചർച്ചയെങ്കിലും ചെയ്യേണ്ടത്. നമുക്ക് നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരു രോഗിയെ കൊണ്ട് ICU കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് പ്രമുഖ ആശുപത്രിയിൽ ICU അഡ്മിറ്റ് ചെയ്ത ആൾ നടന്നുപോയ ആൾ ഡെഡ് ബോഡി ആയിട്ട് തിരിച്ചു വന്നു. വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേക്ക് വേറൊരു ഡോക്ടർ നോക്കിയപ്പോൾ ഇവിടുത്തെ വാരിയലിന്റെ റിബ്സ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവര് ഈ ICUനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് പ്രസ് ചെയ്ത് മറ്റേ റെസ്പിറേറ്ററി സിസ്റ്റം ശരിയാക്കി എടുക്കാൻ ശ്രമിച്ചതായിരിക്കാം. പക്ഷെ എന്തു തന്നെ ആയാലും ICUനകത്ത് നമ്മൾ കാശ് നമ്മളിപ്പം പേഷ്യൻസ് എല്ലാം, അതായത് പേഷ്യൻസിന്റെ ബന്ധുക്കളെല്ലാം വെളിയിൽ ഇങ്ങനെ അക്ഷമരായി ശ്വാസം അടക്കി പിടിച്ച് കാത്തു നിൽക്കും. ICUക്കകത്ത് എന്ത് നടക്കുമെന്ന് വെച്ചാൽ ഒന്നും അറിയാൻ പറ്റൂല. ഇവർ പറയും 25,000 രൂപയുടെ ഇഞ്ചക്ഷൻ. അവർ പറഞ്ഞാൽ ഉടനെ ഇല്ലാത്ത പൈസ മറിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. ഈ പ്രൈവറ്റ് ആശുപത്രിയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? മെഡിക്കൽ കോളേജിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷേ പിടിപ്പാടുള്ളവർക്കാണ്. ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആളുകൾക്ക് അവിടെ പ്രവേശനം ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളിൽ ഈ ICUയിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ICU ഫീസ് ഭയങ്കരമാണ്. ICUയിൽ ഒരു ദിവസം കിടക്കുക എത്ര രൂപ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 4,000, 5,000, 10,000 ഒക്കെ ആയി കാണും. പക്ഷെ ഇത് ICUക്കകത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാനുള്ള അവകാശമില്ലേ? ഇല്ലേ? പൈസ കൊടുക്കുന്നതല്ലേ, ഫ്രീ അല്ലല്ലോ. അല്ല, അങ്ങനെ ഒരു അവകാശം അനീതിയാണോ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? നീതികേടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയണം, ICUയിൽ ക്യാമറ വയ്ക്കണം. നമ്മുടെ വേണ്ടപ്പെട്ടവരെ എനിക്ക് കാണണം. ഇവർ ICUയിൽ എന്താണ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ, അല്ലേ? അപ്പൊ ഒരു ക്യാമറ നമ്മുടെ പേഷ്യൻസിനെ, എനിക്ക് എല്ലാവരെയും ഒന്നും കാണണ്ട എന്ന് പറയുക. എൻ്റെ ബന്ധുവിനെ എനിക്ക് കാണണം. ICUക്കകത്ത് വിടത്തുമില്ല. 25 ചത്തുപോയവരെ 3 ദിവസം വെച്ചിരുന്ന ആശുപത്രി ഇവിടെയുണ്ട്. ICU എന്ന് പറഞ്ഞു 25,000 ഇഞ്ചക്ഷൻ. ചത്ത 3 ദിവസം അയാൾ ദോശ കഴിച്ചു എന്ന് പറഞ്ഞ് ബില്ല് വന്ന ആശുപത്രി ഇവിടെയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ പറയുന്നത് എല്ലാത്തിനും ഒരു ട്രാൻസ്പെറൻസി, ഒരു സുതാര്യത വേണം, അല്ലേ? തെറ്റുണ്ടോ പറയുന്നത്? അപ്പോൾ ഇതാണ് ICUയിൽ ക്യാമറ വയ്ക്കണം. ഇനി നിങ്ങൾ ഇതിനകത്തൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് റിട്ട് സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വല്ലതും കൊണ്ട് പോകരുത്. നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആണെങ്കിൽ 226 ആർട്ടിക്കിൾ ഫയൽ ചെയ്യാം. എവിടെ? ഹൈക്കോടതി ഫയൽ ചെയ്യാം. അപ്പൊ ഇത് ഫയൽ ചെയ്യണം വെച്ചപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ വക്കീലല്ലേ, താങ്കൾക്ക് ഫയൽ ചെയ്തുകൂടാന്ന് ചോദിച്ചാൽ ഇത് അഗ്രീഡ് പാർട്ടി ചെയ്യണമെന്നുള്ളതാണ്. അഗ്രീഡ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രശ്നം ഉണ്ടെങ്കിൽ, എനിക്കിങ്ങനെ സംഭവിച്ചു, എനിക്കിങ്ങനെ എൻ്റെ ബന്ധു അവിടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അഗ്രീഡ് എന്താണ്? വിക്ടിം.